ഇന്ന് ഞാൻ പോണതേ നബി ഇമ്രാൻ്റെ മ്യൂസിയം കാണാനാണ് കേട്ടോ. മ്യൂസിയം എന്ന് പറയുമ്പോൾ ആളുടെ ഖബറിടാണ് കേട്ടോ അത്. ആധികാരികമായിട്ടൊന്നും നമുക്ക് പറയാനറിയില്ല കേട്ടോ. അദ്ദേഹം ഒരു ഇസ്ലാമിക് പ്രവാചകനായിരുന്നു എന്നാണ് ചരിത്രം. അപ്പോൾ ഇതാണ് ഒരു എൻട്രൻസ്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ. ഒരു പള്ളിയും പിന്നെ അതിനടുത്ത് തന്നെ ഖബറിടും. അങ്ങനെയാണ് ഇതിൻ്റെ നിൽപ്പ്. നമ്മൾക്ക് ഈ രാത്രി സഞ്ചാരമായതുകൊണ്ട് പകൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കിട്ടിയ അവസരം ഞാൻ പാഴാക്കിയില്ല. ഈ ഭാഗത്ത് കൂടെ വന്നപ്പോൾ കയറി വീഡിയോ എടുത്തു. ഇവിടെ സെക്യൂരിറ്റി പോലെ ഒരാളുണ്ട് കേട്ടോ, പാകിസ്ഥാനിയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് ചോദിച്ചു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് ഇത് നീളം വയ്ക്കുന്നുണ്ടെന്ന്. ആദ്യത്തെയും കാട്ടിയൊക്കെ പണ്ടുണ്ടായിരുന്ന ഖബറിനെയും കാട്ടിയും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അതിങ്ങനെ നീളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. കണ്ടപ്പോൾ എനിക്കും ഒരു അതിശയമായിട്ടാണ്. പിന്നെ കാല് കഴുകിയിട്ട് ഒക്കെ അങ്ങോട്ട് കയറാൻ പാടുള്ളൂ, പൈസ ഇടരുത് എന്നാണ് പുറത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കിയാൽ പറഞ്ഞ പോലെ തന്നെ എന്തൊരു നീളമല്ലേ. സാധാരണ ഒരു ഖബർ ഇങ്ങനെ ആവില്ലല്ലോ. 6 അടിയൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇത് ഏകദേശം ഒരു 41 അടി എന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അതായത് 30 മീറ്റർ നീളമുണ്ട് എന്നാണ് അവർ പറയണത്. എന്താല്ലേ, അതിൻ്റെ സൈഡിലൊക്കെ അറബിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഖുറാൻ്റെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചനങ്ങളും കാര്യങ്ങളൊക്കെ ആവും. അവിടെ കയറിയപ്പോഴേ ഈ ബുഹൂറിൻ്റെ മണം പെട്ടെന്ന് അത് എടുത്തപ്പോൾ, പിന്നെ പ്രത്യേകിച്ച് ഒരു ഖബറിടാണല്ലോ, നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. പിന്നെ എല്ലാവർക്കും കയറി കാണാം കേട്ടോ. ഇപ്പോൾ തലയിൽ ഷോൾ ഇടണമെന്നോ അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. എല്ലാവർക്കും കാണാം. പിന്നെ ഫ്രീ ആണ് എൻട്രി ഒക്കെ. അതായത് ലേഡീസിനും കയറാം, കുട്ടികൾക്കും, അങ്ങനെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. പിന്നെ അവിടെ വെച്ചിട്ട് ഒരു ചേട്ടനെ കണ്ടപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് കന്യാമറിയത്തിൻ്റെ പിതാവ്, അതായത് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ അമ്മയുണ്ടല്ലോ, ആ കന്യാമറിയത്തിൻ്റെ പിതാവാണെന്നും കൂടി എവിടെയോ അയാൾ വായിച്ചു എന്ന് പറഞ്ഞു. ആ ഖബറിടം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ ഇതാണ് പള്ളി. പിന്നെ അതിന് ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു നീളത്തിലൊരു മരം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു ഭംഗി തന്നെയാണ് കാണാൻ. അത് പകൽ കാണാനും നല്ല ഭംഗി തന്നെയാണ്. അത് ഈ വഴിക്ക് പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് ആ മരം ഇങ്ങനെ നീണ്ട് റോഡിൻ്റെ ആ ഭാഗത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മ്യൂസിയത്തിലെ കാഴ്ചകൾ. പിന്നെ ഈ ലാസ്റ്റ് ഇട്ട ഫോട്ടോ ഗൂഗിളിൽ നിന്ന് അടിച്ച് മാറ്റിയതാണ് കേട്ടോ.